മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. സന്ധിവേദന. ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്ധിവേദന അനുഭവിക്കാത്തവർ വളരെ കുറവാണ്. ചിലപ്പോൾ ചെറിയ അസ്വസ്ഥതയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വേദനയായിരിക്കാം. എന്നാൽ ചെറിയ ജീവിത ശീലങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ സന്ധികളെ സംരക്ഷിക്കാനും വേദന കുറയ്ക്കാനും കഴിയും. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഞാനൊരു ഡോക്ടറോ ശാരീരിക ആരോഗ്യ വിദഗ്ധനോ അല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ശീലങ്ങൾ എന്നെ സഹായിച്ചിട്ടുള്ളതും ഞാൻ പല വ്യക്തികളിൽ നിന്ന് കേട്ടതും പാഠപുസ്തകങ്ങളിൽ നിന്നോ ബാക്കിയുള്ള പുസ്തകങ്ങളിൽ നിന്നോ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവയുമാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റ് വ്യക്തികളുമായി ഷെയർ ചെയ്യുവാനും മടിക്കരുത്. നിങ്ങളെ സഹായിച്ചിട്ടുള്ള ഏത് ശീലമാണ് ഞാൻ താഴെ പറയുന്നതെങ്കിലും, അല്ലെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ശീലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിലും അവ കമൻസിലൂടെ രേഖപ്പെടുത്താൻ മടിക്കരുത്. ഒന്നാമത്തെ ശീലമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സജീവമായി ഇരിക്കുക, സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെ സജീവമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശീലം. ചലനം മരുന്നാണ്. ദിവസേന നടക്കുക, നീന്തുക, സൈക്കിൾ ചവിട്ടുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ജോലിയുടെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് കുറേ നേരം നമ്മൾ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിനിടയിൽ കുറച്ച് സമയം സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. സ്ട്രെച്ച് ചെയ്യുന്നത് ശരീരത്തിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ എല്ലാ സന്ധികൾക്കും സ്ട്രെച്ചിങ് വളരെ ആവശ്യമാണ്. എല്ലാ ദിവസവും ശരീരത്തെ സജീവമാക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലും സന്ധികൾക്കുള്ള സ്ട്രെച്ചിങ്ങിലും ചെയ്യുന്നത് ഒരു ശീലമാക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുട്ടുകളും ഇടുപ്പുകളും ശരീരഭാരം മുഴുവനും വഹിക്കുന്നു. അധിക ഭാരം സന്ധികൾക്ക് അധിക സമ്മർദ്ദം കൊടുക്കുന്നു. ചെറിയ ഭാര നിയന്ത്രണങ്ങൾ പോലും നമ്മുടെ മുട്ടിൻ്റെയും ഇടുപ്പുകളുടെയും വേദന കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. ഓർക്കുക, ഭാരം നിയന്ത്രിക്കുന്നത് ശരീര സൗന്ദര്യത്തെക്കാൾ ആരോഗ്യത്തിന് ഗുണം നൽകുന്നതാണ്. 3. ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നേരിട്ട് സന്ധികളെ ബാധിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡുകളുള്ള മീനുകൾ, വാൾനട്ട്സ്, ഫ്ലാക്സീഡ് എന്നിവ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. നിറമുള്ള പഴങ്ങളും പച്ചക്കറികളും ആൻറ്റി ഓക്സിഡൻസ് പ്രദാനം ചെയ്യുന്നു. എന്നാൽ പ്രോസസ്ഡ് ഫുഡ്സ്, ഷുഗറി ഡ്രിങ്ക്സ്, കൂടുതലായുള്ള റെഡ് മീറ്റിൻ്റെ ഉപയോഗം എന്നിവ ഇൻഫ്ലമേഷൻ കൂട്ടുന്നു. ഭക്ഷണങ്ങൾ ശരീരത്തിന് ആവശ്യമായ എനർജി നൽകുന്നതിന് പുറമെ നമ്മുടെ ജോയിൻറ്റിനുള്ള പ്രൊട്ടക്ഷനും തരുന്നു. 4. ശരിയായ പോസ്ചർ, എർഗണോമിക്സ് എന്നിവയിൽ ശ്രദ്ധിക്കുക. പോസ്ചർ ഈസ് പവർ. കമ്പ്യൂട്ടറിന് മുന്നിൽ കുനിഞ്ഞിരിക്കുക, ഫോൺ ഉപയോഗിക്കുമ്പോൾ സ്ലൗച്ച് ചെയ്യുക, ഇവയെല്ലാം നമ്മുടെ ജോയിൻറ്റുകളുടെ സമ്മർദ്ദം കൂട്ടുന്നു. ശരിയായ പോസ്ചർ നമ്മളുടെ സന്ധികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ജോലിസ്ഥലത്തെ കസേര, ടേബിളിൻ്റെ ഹൈറ്റ്, കമ്പ്യൂട്ടറിൻ്റെ പൊസിഷനിങ് എന്നിവ ശരിയാക്കുന്നതിലൂടെയും നമ്മുടെ പോസ്ചറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വലിയ സംരക്ഷണങ്ങൾ തരാം. 5. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുക. കളിക്കുമ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴും നീ പാഡ്സ്, റിസ്റ്റ് ഗാർഡ്സ്, സപ്പോർട്ടീവ് ഷൂസ് എന്നിവ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ ഇഞ്ചുറി വരാതെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനായി നമ്മളെ സഹായിക്കും. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. സന്ധികളെ സംരക്ഷിക്കുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നമ്മളെ സഹായിക്കും. 6. ഡയറ്ററി സപ്ലിമെൻറ്റ്സിൻ്റെ ഉപയോഗം. ഗ്ലൂക്കോസമൈൻ, കൊണ്ട്രോയിറ്റിൻ, വൈറ്റമിൻ ഡി എന്നീ സപ്ലിമെൻറ്റുകൾ കാർട്ടിലേജിൻ്റെയും എല്ലുകളുടെയും ബലം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നു. സപ്ലിമെൻറ്റുകൾ തുടങ്ങുന്നതിന് മുമ്പായി ഡോക്ടർമാരുടെ ഉപദേശം ചോദിക്കാൻ മറക്കരുത്. സപ്ലിമെൻറ്റുകൾ ബാലൻസ് ഡയറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ബാലൻസ് ഡയറ്റിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. 7. വളരെ പ്രധാനമായിട്ടും നമ്മുടെ മനോഭാവം തിരിച്ചറിയുക. സന്ധിവേദന പലപ്പോഴും നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ തന്നേക്കാം. ഓർക്കുക, വേദനകളെ മറികടക്കുന്നതിന് നമ്മുടെ മനോഭാവം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ലിമിറ്റേഷൻസിനേക്കാൾ പോസിബിലിറ്റീസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. എല്ലാ ദിവസവും കുറച്ചു നേരം നടക്കാൻ ശ്രമിക്കുക. ദിവസേന സ്ട്രെച്ച് ചെയ്യാൻ മറക്കാതിരിക്കുക. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മൾ സംസാരിച്ച 7 ശീലങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ടിപ്പ് ഏതാണെന്നും ഞാൻ പ്രതിപാദിക്കാൻ മറന്നുപോയ ടിപ്പുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്.